ഹായ് ഗായ്സ്, വെൽക്കം ടു കേരള ലാൻഡ്. അപ്പോൾ കുറേ നാളത്തെ ആഗ്രഹം കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ കുറച്ച് ദിവസമൊക്കെ ഇരുന്ന് ആലോചിച്ച് കഷ്ടപ്പെട്ട്, കാര്യം പൈസ പോകില്ല, കഷ്ടപ്പെട്ട് ഒരു സംഭവം മൈൻഡൊക്കെ മേഡപ്പ് ചെയ്ത് ഒരു മൈക്ക് വാങ്ങി. സോ ഇന്ന് അതിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ്. സ്ട്രേറ്റ് ടു ദ വീഡിയോ, ലെറ്റ്സ് ഗോ ആൻഡ് അൺബോക്സ് ദിസ് പാക്കേജ്. ഞാനിപ്പോൾ ഈ മൈക്ക് വാങ്ങിച്ചത് ആമസോണിൽ നിന്നാണ്. ആമസോണിൽ എൻ്റെ ഫ്രണ്ടിന് ഒരു പ്രൈം അക്കൗണ്ട് ഉണ്ടായപ്പോൾ ആൾക്ക് ലിങ്ക് അയച്ചു കൊടുത്ത ആളാണ് ബുക്ക് ചെയ്ത് തന്നത്. ഇന്നലെ ഈവനിങ് ബുക്ക് ചെയ്ത് ഇന്ന് രാവിലെ ഇപ്പോൾ സാധനം കൈക്കിട്ടി. ഇതേതാണ്ട് അപ്പുറത്തെ വീട്ടിൽ നിന്ന് അവർ അയച്ചതാണ്. അത്ര സ്പീഡായിരുന്നു കേട്ടോ ഡെലിവറി. ഞങ്ങൾ പ്രതീക്ഷയില്ല. ഞാൻ ഡെലിവറി ഡേറ്റ് ഒന്നും നോക്കിയിട്ടുണ്ടായില്ല. ഇന്നലെ ഓർഡർ ചെയ്തിട്ട് ഇന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായില്ല. ബട്ട് ഇന്ന് തന്നെ വന്ന സാധനം. സോ നമുക്കിത് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇത് അൺബോക്സ് ചെയ്യാം. ASMR ഒക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷെ ഒന്നും കയ്യിൽ നിന്ന് വരുന്നില്ല. ഓക്കെ, ഈ സൈഡും കൂടെ കുറെ എൻ്റെ മോനെ സാധനം കിട്ടി. ഓ രസം, നല്ല കിടുക്കാച്ചി സംഭവം. ഇതാണ് ഞാൻ വാങ്ങിച്ച മൈക്ക്, ഹോളി ലാൻഡ് ലാർക്ക് M2 വയർലെസ് ലെവലിയ മൈക്രോഫോൺ. ഇന്നലെ ഇത് വാങ്ങാനായിട്ടൊരു കഥയുണ്ട്. ലൈക്ക് ഇന്നലെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ പോയി. പിന്നെ അപ്പം വീഡിയോ ഇവിടെ ഓസ്ട്രേലിയയിൽ ഫുൾ ടൈം നല്ല വിൻഡ്. ഞാൻ നിൽക്കുന്ന ഒരു സീസൈഡ് ആയതുകൊണ്ട് ഭയങ്കര വിൻഡ്, എപ്പോഴും വിൻഡിൻ്റെ ഒച്ച അങ്ങനെയൊക്കെ ആയതുകൊണ്ട് വീഡിയോ എടുത്തപ്പോൾ ഞാൻ പറയണൊന്നും കേൾക്കണില്ല. പിന്നെ ആദ്യത്തെ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ കുറേ പേര് പറഞ്ഞു നോയ്സ് ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്. എൻ്റെ അല്ല കേട്ടോ, ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്. അതുകൂടി സെറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീഡിയോ കുറച്ചുകൂടി നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. അത് കാരണം ഞാൻ ഒറ്റ ബുദ്ധിയിൽ എടുത്തതാണ്. ഫീസ് അടയ്ക്കാനൊക്കെ ഉണ്ട്, നല്ല ഒറ്റ ബുദ്ധിയിലൊക്കെ വാങ്ങിച്ചൊരു പ്രൊഡക്റ്റാണിത്. ഇതിന് വരുന്നത് 198 ആയിരുന്നു. അത് കോംബോ ആയിട്ട് എന്തോ ആണ്. എന്ന് വെച്ചാൽ മറ്റേ DSLR-ൻ്റെയും ആൻഡ്രോയിഡിൻ്റെയും ഐഫോണിൻ്റെയും 3 കേബിൾ, ലൈക്ക് 3 ഇത് വരുന്നുണ്ട് ഇതിനകത്ത്. ഇത് DSLR-ന് ഒരു പോർട്ട് DSLR, ഒരെണ്ണം ഐഫോണിൻ്റെ, ഒരെണ്ണം ആൻഡ്രോയിഡിൻ്റെ, അങ്ങനെ 3 എണ്ണം വെച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ അതിനൊക്കെ കൂടെയാണ് 198. അല്ലാണ്ടാണെന്നുണ്ടെങ്കിൽ ലൈക്ക് സെപ്പറേറ്റ് ആണെന്നുണ്ടെങ്കിൽ എന്തോ കുറച്ച് റേറ്റ് കുറവുണ്ട്, 168, 175 അങ്ങനെ എന്തോ ആണ്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്തായാലും കൊടുക്കുന്നു. അപ്പോൾ ഇതിനൊരു ഔട്ടർ കവറിങ് ഉണ്ട്, ഒരു പ്ലാസ്റ്റിക് റാപ്പ് പോലത്തെ ഒരു സംഭവം ഉണ്ട്. ഇത് ഭയങ്കര ഓക്കെ. ഞാൻ ഇത് അൺറാപ്പ് ചെയ്തിട്ട് നെക്സ്റ്റ് ക്ലിപ്പ് കാണിക്കാം. നമുക്കിത് അൺബോക്സ് ചെയ്യാം. തപ്പാണ് ഇതിൻ്റെ ബിഗിനിങ് എന്തൊക്കെ എവിടെയാണ് ഇങ്ങനെയാട്ടോ ഇത് വരുന്നത്. അപ്പം ഞാൻ കണ്ടുപിടിച്ച് എങ്ങനെ ചെയ്യേണ്ടതാണ്. ഓക്കെ, ഇങ്ങനെ സോ ഇവിടെ ഇങ്ങനൊരു കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. അതിൽ സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. ഒരു കാർഡ് ഉണ്ട്, വി ആർ ഹിയർ, ഗെറ്റ് ഇൻ ടച്ച് ഒരു കാർഡുണ്ട്. പിന്നെ ലൈക്ക് പേപ്പേഴ്സ്, ഗ്യാരണ്ടി, വാറണ്ടി സംഭവങ്ങളൊക്കെ. ഒരു സാധനം വാങ്ങിച്ചിട്ട് ഞാൻ ഇത് വായിച്ചു നോക്കിയിട്ടില്ല. ഓക്കെ, ഇതിൻ്റെ എന്തൊക്കെയുണ്ട് എന്നുള്ള ഒരു പേപ്പറുണ്ട്. പിന്നെ എൻ്റെ ഫേവറേറ്റ് പാർട്ട്, സ്റ്റിക്കേഴ്സ് ഉണ്ട്. ഞാനിത് മൊത്തം എൻ്റെ ലാപ്പിൻ്റെ ഫ്രണ്ടിൽ ഒട്ടിക്കും. നൈസായിട്ടുണ്ട്. ഇതിനകത്ത് ഒട്ടിക്കാനാണ്, പക്ഷെ ഞാൻ ലാപ്പിൽ ഒട്ടിക്കും. ഓക്കെ, ഇതിൻ്റെ മെയിൻ ബോക്സ് തുറക്കുമ്പോൾ തന്നെ ഇതിൻ്റെ മെയിനായിട്ട് വരുന്നത് ഇതിൻ്റെ ചാർജിങ് കേസാണ് ആദ്യമായിട്ട് വരുന്നത്. നമുക്കത് നോക്കാം. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഇത് വൈറ്റിലും അവൈലബിൾ ആണ്. ഞാൻ ചൂസ് ചെയ്ത് ബ്ലാക്ക്. എനിക്ക് പൊതുവേ ബ്ലാക്കാണ് ഇഷ്ടം. ഓൾമോസ്റ്റ് എല്ലാവർക്കും ബ്ലാക്കാണ് ഇഷ്ടം. ഞാൻ റിവ്യൂ ഒക്കെ നോക്കിയപ്പോൾ എല്ലാവരും തന്നെ ബ്ലാക്കാണ് വാങ്ങിക്കണേ കണ്ടേക്കണേ. എനിക്കും ബ്ലാക്ക് തന്നെ ഇഷ്ടം. അത്യാവശ്യം നമ്മുടെ ഇയർപോഡ്സിൻ്റെ വെയിറ്റ്, ആ കേസിൻ്റെ വെയിറ്റ് ഒന്നും അല്ല കേട്ടോ, അത്യാവശ്യം വെയിറ്റ് ഒക്കെ ഉണ്ട്. ഓക്കേ,
ഇറ്റ്സ് സോ ഗുഡ്. നല്ല രസമുണ്ട് കാണാൻ, നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഇതിൽ വരുന്നത് ഒരു റിസീവറും ഒരു റിസീവറുണ്ട്. അതിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് ഒക്കെ ആയിട്ട് ഇതിൻ്റെ പവർ ബട്ടണും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് സൈഡിലായിട്ട്. പിന്നെ 2 മൈക്ക്, അതായത് 2 ട്രാൻസ്മിറ്ററും ഉണ്ട്. ഇതിൻ്റെ വർക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു മാഗ്നറ്റിക് ക്ലിപ്പ് ബേസ് മോഡലാണ്. ഇതിൻ്റെ നമ്മൾ ഷർട്ടിൻ്റെ ഉള്ളിൽ ഇത് വെച്ചിട്ട് ഈ കുഞ്ഞി സാധനം നമ്മളിങ്ങനെ വയ്ക്കും. ഭയങ്കര ക്യൂട്ടാട്ടോ, നല്ല ക്യൂട്ട് സ്റ്റഫാണ്. ലൈക്ക് ഭയങ്കര സൈസും കുറവാണ്. എനിക്ക് മുതുക്ക് മൈക്ക്, ഞാനത് ഇതെടുക്കാൻ കാരണം എനിക്ക് മുതുക്ക് മൈക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഒരു ചെറിയ മൈക്ക് ഉദ്ദേശിച്ചിട്ടാണ്. ഇതൊരു നാട്ടിലെ 2 രൂപ കോയിൻ്റെ അത്രയൊക്കെ തന്നെ ഉള്ളൂ. അങ്ങനെയാണ് ഇത് വരുന്നത്. പിന്നെ ഇതിൽ ഈ ബോക്സിൽ പിന്നെ വരുന്നത് ഇതിൻ്റെ റിസീവേഴ്സാണ്. ഇത് ഐഫോണിൻ്റെ പോർട്ടാണ്, ഐഫോണിൻ്റെ പോർട്ടിൽ കുത്താവുന്ന രീതിയിൽ. പിന്നെ ആൻഡ്രോയിഡിൽ. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് ഒക്കെ വീഡിയോ ഷൂട്ട് ചെയ്യാം. അപ്പം ഇത് മൈക്ക് വെച്ചിട്ടുള്ള വീഡിയോ ആണ്. അങ്ങനെ തന്നെ ലൈക്ക് ഇപ്പം മൈക്ക് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇതുവരെ നോയ്സ് ക്യാൻസലേഷൻ ഓൺ ആക്കിയിട്ടില്ല. മെയിൻലി ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മൈക്ക് എടുക്കാൻ കാരണം എനിക്ക് നോയ്സ് ക്യാൻസലേഷൻ ഫീച്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ്, വിൻഡിൻ്റെ സൗണ്ട് കാര്യങ്ങളൊക്കെ ഇത് ചെയ്യാൻ. അപ്പോൾ ഇനി ഞാൻ നോയ്സ് ക്യാൻസലേഷൻ ഓൺ ആക്കുകയാണ്. അതിനിവിടെ ഒരു യെല്ലോ ബട്ടൺ ഉണ്ട്, അത് ഞെക്കിയാൽ മതി. അപ്പോൾ ഒരു ഗ്രീൻ കളറാവും. അങ്ങനെ ഇപ്പോൾ നോയ്സ് ക്യാൻസലേഷൻ ഓൺ ആക്കിയിട്ടുള്ള സൗണ്ടാണ്. നമുക്ക് എന്തെങ്കിലും വെച്ച് നോക്കാം നോയ്സ് ക്യാൻസലേഷൻ ഓൺ ആയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ലൈക്ക് എങ്ങനെയാണ് അതിൻ്റെ പെർഫോമൻസ് എന്ന് അറിയാനായിട്ട് എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ട് വോയിസ് പ്ലേ ചെയ്തിട്ട് നമുക്ക് സംസാരിക്കാം. ഇപ്പം ഇനി നോയ്സ് ക്യാൻസലേഷൻ ഓൺ ആക്കിയിട്ടുണ്ട്. ആ ഫീച്ചർ നമുക്ക് നോക്കാം. ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ഡിസ്റ്റർബൻസ് സൗണ്ട് ഇടുന്നുണ്ട്. ഓക്കെ, ട്രാഫിക് സൗണ്ട്സ് അത് വെച്ചിട്ട് ഞാൻ സംസാരിച്ച് നോക്കുകയാണ്. ഇത്രത്തോളം നോയ്സ് ക്യാൻസലേഷൻ ഫീച്ചർ ഉണ്ടെന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ആ വീഡിയോയിൽ ഫസ്റ്റ് നല്ല കട്ടിക്ക് വോയിസ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല, ലൈക്ക് വോയിസ് ഡൗൺ ചെയ്തിട്ടില്ല, മാക്സിമൈസ് ചെയ്തിട്ടില്ല. പിന്നെ നോർമലായിട്ട് വോയിസ് കട്ടായി. സോ നോയ്സ് ക്യാൻസലേഷൻ ഈസ് എ വെരി ഗുഡ് തിങ്. ഇനി ഇതിൻ്റെ ബോക്സിൽ കുറച്ചധികം സാധനങ്ങൾ കൂടി ഉണ്ട്, അത് നമുക്ക് നോക്കാം. ഓക്കെ, ഇത് തുറന്നു. ഇതിലൊരു ഹാൻഡിലുണ്ട്, അത് നോക്കിക്കഴിയുമ്പോൾ ഓക്കെ ഇങ്ങനെ ഒരു ബോക്സ് ആയിട്ടാണ് വരുന്നത്. അതിൻ്റെ ഉള്ളിൽ ഒരു ക്യൂട്ട് ബാഗ്. ഇനി എൻ്റെ ഉള്ളിലാണ് ബാക്കി കാര്യങ്ങൾ. നല്ലൊരു ക്യൂട്ട് ബാഗാണ്. എൻ്റെ ഉള്ളിൽ ഓക്കെ ഇത് എനിക്കറിയാം. ഇത് നമ്മുടെ വിൻഡ് എന്തായിരുന്നു ഇതിൻ്റെ പറയുന്നത്, ഡെത്ത് ക്യാറ്റ് അങ്ങനെ എന്തോ. ലൈക്ക് വിൻഡിനെ പ്രൊട്ടക്റ്റ്, ലൈക്ക് വിൻഡ് വരുമ്പോൾ അതിൻ്റെ വോയിസ് കളയാൻ വേണ്ടിയിട്ട് ഒരു പഫി തിങ്. നല്ല വിയേർഡായിട്ടുണ്ട്. പണ്ട് പോവില്ലേ ഈ ദിക്കാറിയുടെ ഇവിടെ ഒരു പെൻസിലിൻ്റെ പണ്ടൊക്കെ ഇങ്ങനെ കുത്തിയിട്ടൊരു പോം എന്ന് പറഞ്ഞിട്ട് അതുപോലെ ഇരിക്കണം. മൈക്കിൻ്റെ ഉള്ളിൽ ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട്. മൈക്കിൻ്റെ ഉള്ളിൽ വെച്ച് കഴിയുമ്പോൾ വിൻഡ് ഇതാവും. ദാറ്റ്സ് എ വെരി ഗുഡ് തിങ്. അത് ഓക്കെ. ഇത് നെക്സ്റ്റ് ഒരു നെക്ലൈസ്. മൈക്ക് ഇട്ടിട്ട് നമുക്കിങ്ങനെ കഴുത്തിൽ വെയർ ചെയ്യാനായിട്ട് ഒരു നെക്ലൈസാണ് ആണെന്ന് തോന്നുന്നു. ഞാൻ കണ്ടിട്ട് അതുപോലെ ഇരിക്കണം. അതെ, നെക്ലൈസ്. അതിനൊരു മാഗ്നറ്റിക് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ, 2 ഉണ്ട്. 2 ക്ലിപ്പ് എന്താ പറഞ്ഞാൽ ചാടിപ്പോയി, ആവശ്യമുള്ളതാണോ എടുത്ത് വെച്ചേക്കാം. 2 മൈക്ക്, അതിനകത്ത് മാഗ്നറ്റിക് ക്ലിപ്സ് ഉണ്ട് ഇവിടെ മൈക്ക് കുത്താനായിട്ട്. പിന്നെ നെക്ലൈസ് പോലെ വെയർ ചെയ്യാം. അങ്ങനെ 2 ഓക്കെ. വിൻഡ് പ്രൊട്ടക്റ്റിംഗ് ഡെത്ത് ക്യാറ്റ് ഒരെണ്ണം കൂടെ. പിന്നെ ഒരു കേബിളുണ്ട്. ദെൻ ചാർജർ. എനിക്ക് തോന്നുന്നത് മാഗ്നറ്റിക് ക്ലിപ്സ് ആണെന്ന് തോന്നുന്നു. അതെ, മാഗ്നറ്റിക് ക്ലിപ്സ്, എക്സ്ട്രാ മാഗ്നറ്റിക് ക്ലിപ്സ്. സോ മൊത്തം 1 2 3 4 മാഗ്നറ്റിക് ക്ലിപ്സുകളും 2 നെക്ലൈസും വരുന്നുണ്ട് ഇതിൽ. ഇത് ഓക്കെ, ഇത് മറ്റേപാട് കുത്തി വെക്കത്തില്ലേ, ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെക്കാനായിട്ടുള്ള 2. ഓക്കെ, അപ്പോൾ ഒരെണ്ണം പോയാൽ അത്യാവശ്യം കുറച്ച് സാധനങ്ങളുണ്ട് ബാക്കപ്പായിട്ട്. അത്രേ ഉള്ളൂ. അപ്പം ഇത്രയാണ് ഇതിൽ വരുന്നത്.
ലാസ്റ്റ് ഇപ്പൊക്കെ മൈക്ക് വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യണേ. ദാറ്റ്സ് ഇറ്റ്. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. താങ്ക് യു ഫോർ വാച്ചിങ്. ഡു സബ്സ്ക്രൈബ്. ബൈ ബൈ. ഇന്നലെ വാങ്ങി ഇന്ന് രാവിലെ കൊണ്ടുതന്ന്. അത് വെച്ചാൽ ഇന്നലെ രാത്രി ഈവനിങ് ആയപ്പോൾ ഓർഡർ ചെയ്തതാണ്. ഇന്ന് രാവിലെ ആയപ്പോഴേക്കും ലൈക്ക് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞ് അപ്പുറത്തെ വീട്ടിലായിട്ടാണ് എറിഞ്ഞു തന്നാന്ന് നോക്കിയാൽ അത്ര പെട്ടെന്നായിരുന്നു ഡെലിവറി. ഒരു വെറൈറ്റി സാധനം ഉണ്ട്, എനിക്ക് തുറക്കാറിനൂടാ, കാരണം എനിക്ക് കൈ പിടിച്ചില്ലെങ്കിൽ കൈ പോവും. ഓക്കെ, ലെറ്റ്സ് ഗോ ആൻഡ് ബോക്സ് ഇറ്റ്. ചിരിപ്പോയി. ഓക്കെ, ഇങ്ങനെ ഒരു എന്താണ് ഉദ്ദേശിച്ചത്. ഓക്കെ.